നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിലേറ്റഡ് വിത്ത് ദ 7th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ആൻഡ് റെസിഡ്യൂറി പവേഴ്സ്, ഇങ്ങനെ 4 കാര്യങ്ങളെക്കുറിച്ചാണ് 7th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദിസ് എക്സ്റ്റെൻസ് ഫ്രം ദ ആർട്ടിക്കിൾ 245 to 255, 245 ആർട്ടിക്കിൾ തുടങ്ങി 255 ആർട്ടിക്കിൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ അതുപോലെ യൂണിയൻ ലിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ റെസിഡ്യൂറി പവേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമുക്കറിയാം. അതിലാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. ആ ഫെഡറൽ ലിസ്റ്റാണ് ഇപ്പോൾ യൂണിയൻ ലിസ്റ്റായിട്ട് മാറിയത്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റായിട്ടും മാറി. ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു 7th ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റും ഒക്കെ എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെസിഡ്യൂറി ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയിൽ നിന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 246 കുറിച്ചാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 245 to 255 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ 246 എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിൽ ക്ലോഷർ 1, 2 and 3 and 4 ഉണ്ട്. അപ്പോൾ അതിൽ ക്ലോഷർ 1 പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചാണ്. യൂണിയൻ ലിസ്റ്റിനുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെല്ലാം നിർമ്മിക്കേണ്ടത് ആരാണ്? പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് ഹാസ് ദ ഡ്യൂട്ടി. രണ്ടാമത്തേത് കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പാർലമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനും ഒരുപോലെ തന്നെ അധികാരമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റിനും അതുപോലെ യൂണിയനും ഒരുപോലെ അധികാരമുള്ള സബ്ജക്റ്റുകളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തത് ക്ലോഷർ 3 പറഞ്ഞിരുന്നത് 246 ക്ലോഷർ 3 പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുള്ളത് നിയമം നിർമ്മിക്കാനുള്ള. 246 ക്ലോഷർ 4 എന്ന് പറഞ്ഞിട്ടുള്ളത് യൂണിയൻ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു യൂണിയൻ ടെറിട്ടറിയിൽ സ്റ്റേറ്റ് ലിസ്റ്റ് കാണും, അല്ലെ സ്റ്റേറ്റ് സബ്ജക്റ്റുകൾ കാണും. അതിൻ്റെ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെൻറ്റ് തന്നെയാണ്. കാരണം യൂണിയൻ ടെറിട്ടറി ഈസ് ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള പാർലമെൻറ്റിന് തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും, ഇൻക്ലൂഡിങ് ദി സ്റ്റേറ്റ് ലിസ്റ്റ്, എല്ലാ കാര്യങ്ങളിലും നിയമം നിർമ്മിക്കാനുള്ള അവകാശം ഇൻ ദ കേസ് ഓഫ് യൂണിയൻ ടെറിട്ടറി. അതാണ് ക്ലോഷർ 4 പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന സബ്ജക്റ്റുകളുടെ എണ്ണം 97 ആയിരുന്നു. അതിപ്പോൾ 100 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏർലിയർ ആയിട്ട് ആദ്യം തുടങ്ങുന്ന സമയത്ത്, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 66 എണ്ണമായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. നൗ ഇറ്റ്സ് 61. ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട്സ് 47, അത് 5 എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് 52 ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 5 എണ്ണം കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ 5 എണ്ണം കുറഞ്ഞിട്ട് 66 നിന്ന് 61, അതേസമയം 5 എണ്ണം കൂടിയിട്ട് കൺകറൻറ്റ് ലിസ്റ്റിൽ 47 നിന്ന് 52 ആയി മാറി. അപ്പോൾ 5 എണ്ണം ഒരു സ്ഥലത്ത് കുറയുക, 5 എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന 5 സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി ത്രൂ ദ 1976 42nd അമെൻമെൻറ്റ് ഓർ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന 42ാമത്തെ ഭേദഗതി. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. 1976 അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്, അല്ലേ? അപ്പോൾ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററും ഓരോ ഭേദഗതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ ഇയറും നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഈ 42nd അമെൻമെൻറ്റ് വഴി 5 സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ആ സബ്ജക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ നൗ ഇറ്റ്സ് ഇൻ കൺകറൻറ്റ് ലിസ്റ്റ്. അതായത് യൂണിയനും സ്റ്റേറ്റും ഒരുപോലെ അധികാരം ഉള്ള സബ്ജക്റ്റുകളാണ്. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, വൈൽഡ് ലൈഫ് അനിമൽസിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നു. അങ്ങനെ 3 കാര്യങ്ങൾ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ മെഷേഴ്സ്, അതായത് വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അളവും തൂക്കവും എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ അളവും തൂക്കവും, പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 5 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 5 സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കുറേയധികം സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും ഒരു കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ യൂണിയൻ ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പം ഓരോന്ന് എൻട്രികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രി 1, എൻട്രി 2, എൻട്രി 3, അങ്ങനെ ഓരോന്നിലും എൻട്രി ആയിട്ടാണ് ഈ സബ്ജക്റ്റുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള ഡിഫൻസിനെ കുറിച്ചാണ്. ഡിഫൻസ് ഇസ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഡിഫൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള ആയുധങ്ങൾ ശേഖരിക്കുക, അതായത് വെടിക്കോപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം യൂണിയൻ ലിസ്റ്റിൻ്റെ കൺട്രോളിലാണ്
പറയുന്നുണ്ട്. അതായത് സ്റ്റേറ്റിന് ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല. അപ്പം നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസേഴ്സ് എഴുതാൻ പറ്റും. ഡിഫൻസിലൊന്നും ഒരിക്കലും കയറി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള, എന്നാൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ചില സബ്ജക്റ്റ് വരുമ്പോൾ, അത് നമ്മൾ പഠിച്ചേ പറ്റും. ഇപ്പോൾ ഡിഫൻസ്, ആംസ്, അറ്റോമിക് എനർജി, ഫോറിൻ ലോൺസ്, വിദേശകാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഫോറിൻ അഫേഴ്സ്, ഫോറിൻ ലോൺസ്, അതുപോലെ തന്നെ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ്, അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, ടെലഗ്രാഫ്, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ. പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനാണ്, അതായത് വാർത്താവിനിമയം പോലുള്ള കാര്യങ്ങൾ, അതെല്ലാം ഏതിലാണ് വരുന്നത്, യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്, വാർത്താവിനിമയം പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റെയിൽവേസ് എന്ന് പറയുന്നത്, പിന്നെ ഷിപ്പിംഗ്, പിന്നെ എയർവേസ്, എയർപോർട്ടുകൾ, എയറോനോട്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതെല്ലാം എയറോനോട്ടിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരും. ബാങ്കിങ് വരുന്നുണ്ട്, അതായത് ബാങ്കുകളെല്ലാം ഇതിൻ്റെ അണ്ടറിലാണ്. അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ്, അതുപോലെ തന്നെ നമുക്ക് കറൻസികൾ, കോയിനേജസ്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, സെൻസസ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ട്രേഡ്, ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് എന്നാണ് ഞാൻ പറയുന്നത്, രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ട്രേഡ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അതുപോലെ വെയിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം കൺകറൻറ്റ് ലിസ്റ്റിലായിരുന്നു. നേരത്തെ എന്നായിരുന്നു, എവിടെയായിരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു അല്ലേ. പക്ഷേ വെയിറ്റ് ആൻഡ് മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കുന്നത്, എസ്റ്റിമേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റ്സ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോരുത്. വെയിറ്റ് ആൻഡ് മെഷേഴ്സ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് അണ്ടർ ദ കൺകറൻറ്റ് ലിസ്റ്റ് ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇസ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പൊതുകടം, അതായത് പബ്ലിക് ഡെപ്റ്റ് എന്ന് നമ്മൾ പറയും, അത് ഓഫ് കോഴ്സ് ഇറ്റ്സ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. പിന്നെ CBI ഉണ്ട് അല്ലേ, അതൊക്കെ യൂണിയൻ്റെ അണ്ടറിലാണുള്ളത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്, വാർ ആൻഡ് പീസ്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേസ്, നാഷണൽ എന്നുള്ള പേര് തുടങ്ങുന്നതെല്ലാം യൂണിയൻ ലിസ്റ്റിലായിരിക്കും. നാഷണൽ വാട്ടർവേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇൻലാൻഡ്, ഉൾനാടൻ ജലഗതാഗതം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് നാഷണൽ വാട്ടർവേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ NW1, NW2, NW3 ആണ് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. നാഷണൽ വാട്ടർവേസ്, ഇൻലാൻഡ് വാട്ടർവേസ്, ഉൾനാടൻ ജലഗതാഗതം എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുമ്പോൾ അതിനകത്തൂടെ കടന്നു പോകുന്ന കുറേ കടത്തുവള്ളങ്ങളുണ്ട്, ഫെറീസ് ഉണ്ട്. ഈ ഫെറികളെല്ലാം ഏതിലാണ് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഉൾനാടൻ ജലഗതാഗതം പൊതുവായിട്ട് വരുന്നത് യൂണിയൻ ലിസ്റ്റിലും, ബട്ട് അറ്റ് ദ സെയിം ടൈം ചെറിയ ചെറിയ വള്ളങ്ങൾ, കടത്തുവള്ളങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും എന്താണ്, ലൈറ്റ് ഹൗസസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസസും കാര്യങ്ങളും ഒക്കെ, അതായത് മാരിടൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പോർട്ട്, തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ലൈറ്റ് ഹൗസസ് എല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിൻ്റെ അണ്ടറിലാണ്. സോ നമുക്ക് കണക്ട് ചെയ്ത് തന്നെ ഇതെല്ലാം തന്നെ പഠിക്കാനായിട്ട് പറ്റും അല്ലേ. അതുപോലെ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ട്രേഡ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള മൈഗ്രേഷൻ ആവാം, ക്വാറന്റൈൻ ആവാം, ഇതെല്ലാം തന്നെ ഇറ്റ്സ് അണ്ടർ യൂണിയൻ ലിസ്റ്റ്. പിന്നെ കോപ്പറേഷൻ ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേഷൻ എന്നുള്ളൊരു വാക്ക് കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ സഹകരണ സംഘം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റേറ്റിൽ ഇതിൽ എഴുതി വയ്ക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകളുണ്ടാവും. അപ്പോൾ കോപ്പറേഷൻ ടാക്സസ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഒഴിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടുന്നതെല്ലാം, എല്ലാ ടാക്സുകളും, അതായത് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതിൽ ഒഴിച്ചുള്ള ബാക്കിയുള്ള ടാക്സുകളെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അതുപോലെ ടോള് പിരിച്ച് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നാഷണൽ ഹൈവേസ് ഒക്കെ ഉണ്ട്, NH, അപ്പോൾ അവിടെയൊക്കെ ടോള് നമുക്ക് കിട്ടുന്നത്, ഇതെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് ഡ്യൂട്ടി, അതായത് പ്രോപ്പർട്ടി ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കൂടാതെ അഗ്രികൾച്ചർ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും ടാക്സ് കളക്ട് ചെയ്യുന്നതും എസ്റ്റേറ്റ് ഡ്യൂട്ടി, ഇതെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. അപ്പം ഞാൻ ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ട്രേഡാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അണ്ടറിൽ. അങ്ങനെയാണെങ്കിൽ പൊതുവായിട്ടുള്ള ട്രേഡ്, മൊത്തത്തിൽ നമ്മൾ ട്രേഡ്, കൊമേഴ്സ് എന്നൊക്കെ പറയും, വ്യാപാരം, വാണിജ്യം, പൊതുവായിട്ടുള്ളത്, അത് ഏതിൻ്റെ അണ്ടറിലാണെന്ന് വെച്ചാൽ രണ്ടുപേരുടെ അണ്ടറിലാണ്, അതായത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ലോട്ടറി നമുക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ്, നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് എഴുതി വയ്ക്കും, പക്ഷേ യൂണിയൻ ലിസ്റ്റിൻ്റെ അണ്ടറിലാണ് ലോട്ടറി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി, ലാൻഡ് മൈൻസിൻ്റെ ഇഞ്ചുറി, പിന്നെ മൈനിങ്ങിൽ നിന്നുണ്ടാകുന്ന ഇഞ്ചുറീസ്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാം കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്.
അതുപോലെ തന്നെ ചരക്കുകളുടെ ഉൽപ്പാദനവും നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ 2 കൺകറന്റ് ലിസ്റ്റ് വിത്ത് പ്രൈസ് കൺട്രോൾ, അതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഖനികളുടെയും ധാതുക്കളുടെയും വികസന നിയന്ത്രണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് അണ്ടർ ദ കൺകറന്റ് ലിസ്റ്റ്. എഡ്യൂക്കേഷൻ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ, അപ്പം ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ്. നമ്മൾ പല റിസർച്ച് സെൻറ്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. ഇറ്റ്സ് ഫണ്ടഡ് ബൈ എന്താണ് CSIR. അതുപോലെ ഒരുപാട് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ഫണ്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇതിലുണ്ട്. കൺകറന്റ് ലിസ്റ്റിലാണ് ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവ വരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. പിന്നെ ഒരു കാര്യം, കോർപ്പറേഷൻ ടാക്സും അതുപോലെ ക്യാപിറ്റേഷൻ ടാക്സും നമ്മൾ തിരിഞ്ഞു പോരുത്. ക്യാപിറ്റേഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. എവിടെയാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ്. നമ്മൾ കേട്ടിട്ട് നമ്മൾ ക്യാപിറ്റലിസം എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ വിചാരിക്കും അത് യൂണിയൻ ലിസ്റ്റ് ആണെന്ന്. സോ അതുകൊണ്ട് അങ്ങനെ തന്നെ കോർപ്പറേഷൻ ടാക്സ് നമ്മൾ നേരെ തിരിച്ചു എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോകരുത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിലോട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് നമ്മുടെ ഈ ആരാധനാലയങ്ങളല്ലേ. ഇപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ ആരാധനാലയങ്ങളൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതായത് ഇന്ത്യക്ക് അകത്തുള്ള ആരാധനാലയങ്ങൾ, ഇന്ത്യക്ക് പുറത്തുണ്ടല്ലോ ആരാധനാലയങ്ങൾ പല രാജ്യങ്ങളിലായിട്ട്, അത് ഇന്ത്യയുടെ കൺട്രോളിലാണ്, അതായത് യൂണിയൻ്റെ കൺട്രോളിലാണ്. പിൽഗ്രിമേജസ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് യൂണിയൻ ലിസ്റ്റ്, ബട്ട് ഇൻസൈഡ് ഇന്ത്യ ഇറ്റ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയാം. അതുപോലെ ഗതാഗതം, റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? ഈ ഒരു ഗതാഗതം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ. അറ്റ് ദ സെയിം ടൈം മോട്ടോർ വെഹിക്കിൾ ടാക്സ് എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കണം. അതായത് റെയിൽവേ, ഷിപ്പിംഗ്, അതുപോലെ എയർവേസ്, ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റും? യൂണിയൻ ലിസ്റ്റ്. പക്ഷേ ഗതാഗതം ഉണ്ടല്ലോ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ, അത് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇനി മോട്ടോർ വെഹിക്കിൾ ടാക്സ് വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, കമ്പയർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇനി അത് കഴിഞ്ഞ് പിൽഗ്രിമേജസ് പറഞ്ഞു. പിന്നെ പോലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോലീസ്, പ്രിസൺ, അതുപോലെ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നതെല്ലാം. ബറിയൽസ്, ക്രിമേഷൻ ഗ്രൗണ്ട്സ്, പിന്നെ പബ്ലിക് ഓർഡർ, പിന്നെ ലോക്കൽ ഗവൺമെൻറ്, അതായത് നമ്മൾ LSGD പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം ഈ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ബോഡി കൂടിയാണെന്ന് പറയാം. ദെൻ പബ്ലിക് ഓർഡർ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ അതിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ്സ് അഗ്രികൾച്ചർ, അതുപോലെ ഇറിഗേഷൻ, ഫിഷറീസ്, പിന്നെ ലാൻഡ് ടാക്സുകൾ, ഭൂനികുതി എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ. അതുപോലെ ലാൻഡ് ടാക്സ് ഒക്കെ നമ്മൾ അടയ്ക്കുന്നത് എവിടെ? വില്ലേജ് ഓഫീസിൽ പോയിട്ടാണല്ലോ. അപ്പോൾ അതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ പബ്ലിക് ഓർഡറും പബ്ലിക് ഡെപ്റ്റും തമ്മിൽ തിരിഞ്ഞു പോകരുത്. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുകടം, അതെന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിലും, അതുപോലെ പബ്ലിക് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റ്സ് അണ്ടർ ദ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് ഈ ചൂതാട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റേറ്റ് ടാക്സ് ഓൺ ലിക്വർ, അത് നമുക്ക് അറിയാം അല്ലേ, മദ്യം, അതിൽ നിന്നൊക്കെയുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിന് ഒരുപാട് കൂടുതൽ പൈസ കിട്ടുന്നതും അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അതുപോലെ ഫെറീസ് ഓഫ് ഇൻലാൻഡ് വാട്ടർവേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, അത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളവരല്ല, അല്ലാതുള്ള ബ്രിഡ്ജസ് കാര്യങ്ങളൊക്കെ. പ്രിവെൻഷൻ ഓഫ് കാറ്റിൽ ട്രെസ്പാസ്, കാറ്റിലിൻ്റെയൊക്കെ, കന്നുകാലികളുടെ ട്രെസ്പാസിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതൊക്കെ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഈസ് നമ്മുടെ MLA മാരുണ്ട്. അതുപോലെ തന്നെ എന്താണ് MLA-യുടെ കാര്യം, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മിനിസ്റ്ററുണ്ട്, MLAs ഉണ്ട്. പിന്നെ ഇനി ചില സംസ്ഥാനങ്ങളിൽ എന്ത് കാണും? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കാണും അല്ലേ. ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടാതെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കാണും. നമ്മുടെ കേരളത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല, പകരം ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, MLAs എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ MLA-മാർക്കുള്ള ശമ്പളം തീരുമാനിക്കുന്നതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് നിയമം നിർമ്മിക്കുന്നത്. MLA-മാർക്ക് കൊടുക്കേണ്ട സാലറി, അതുപോലെ അവിടെ സെലക്ട് ചെയ്യുന്ന മന്ത്രിമാർക്ക് കൊടുക്കേണ്ട സാലറി, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇനി ചില സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അതായത് രാജ്യസഭ, ലോക്സഭ പോലെ തന്നെ സെയിം റിസംബ്ലൻസ് നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു ഉപരിസഭയും അധോസഭയും നമ്മൾ ചില സംസ്ഥാനങ്ങളിലുണ്ട്. അതായത് കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിൽ, പിന്നെ എവിടെയായിരുന്നു? UP, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ദെൻ നെക്സ്റ്റ് ഇസ് മഹാരാഷ്ട്ര ഐ തിങ്ക്.
അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടിയുണ്ട്. വെറുതെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഇവിടെ തന്നെയാണ്, ലെജിസ്ലേച്ചേഴ്സിൽ തന്നെയാണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സിൽ. അറ്റ് ദ സെയിം ടൈം മറ്റവരെന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂ പോലെ ആക്ട് ചെയ്യുന്ന, മറ്റവർ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. രാജ്യസഭ പോലെ തന്നെയുള്ള ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാം ശമ്പളം തീരുമാനിക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇതെല്ലാം വരുന്നത്. അവരുടെ പെൻഷൻ തീരുമാനിക്കുന്നതും ഇതിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്നുണ്ടാകുന്ന ടാക്സ് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർക്കിയോളജിക്കൽ സൈറ്റുകളുണ്ടല്ലോ, അതായത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ആർക്കിയോളജിക്കൽ സൈറ്റ് സെൻട്രൽ യൂണിയൻ ലിസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നാഷണൽ ഇമ്പോർട്ടൻസ് അത്ര തന്നെ ഇല്ലാത്ത ആർക്കിയോളജിക്കൽ ഇത് കാണും. എന്നാലും അത് സ്വന്തമായിട്ട് സ്റ്റേറ്റിന് മാത്രമായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ബോത്ത് under the union list and state list. So it's under the concurrent list. അപ്പോൾ നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഫസ്റ്റ് എന്തായിരുന്നു? ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അതർ ദാൻ ദോസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് അണ്ടർ ദ കൺകറൻറ്റ് ലിസ്റ്റ്. ദെൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രിസിറ്റി, ഫാക്ടറി, ക്രിമിനൽ ലോസ്, ഇതൊക്കെ പഠിച്ച് തന്നെ പോകണം. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റിൻ്റെ മാത്രം ഇതല്ല, അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുപോലെ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളതും കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെന്താണ്? ക്രിമിനൽ ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് കാര്യമാണ്. മാരേജ് ആൻഡ് ഡിവോഴ്സ്, അതുപോലെ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത്, പിന്തുടർച്ച അവകാശം, ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വരുന്നതാണ്. അതുപോലെ ഫാമിലി പ്ലാനിങ്, പോപ്പുലേഷൻ കൺട്രോൾ, ഇറ്റ്സ് അണ്ടർ ദ കൺകറൻറ്റ് ലിസ്റ്റ്. അത് പിന്നീട് ആഡ് ചെയ്ത് ചേർത്ത ഒരു സംഭവമാണ്. അതായത് 1976 42-ാം ഭേദഗതി ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്ത് ചേർത്തു. അതായത് 20A ആ ആർട്ടിക്കിളിലാണ് അത് ആഡ് ചെയ്ത് ചേർത്തത്. എന്തായിരുന്നു? ഫാമിലി പ്ലാനിങ് ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചേർത്തത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതുണ്ട്, അതുപോലെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നുണ്ട്. ഫോറസ്റ്റ് ഉണ്ട്, വൈൽഡ് ലൈഫ്, പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ടു അനിമൽസ്, മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ, ട്രേഡ് യൂണിയൻ, വളരെ ഇമ്പോർട്ടൻ്റ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ട്രേഡ് യൂണിയൻ ഈസ് അണ്ടർ ദ കൺകറൻറ്റ് ലിസ്റ്റ്. അതുപോലെ തന്നെ ലേബർ ഡിസ്പ്യൂട്ടുകൾ വരുന്നത്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ടുകൾ ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ലേബർ വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഇതിൻ്റെ കീഴിലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അതുപോലെ ബാങ്ക്റപ്സി എന്ന് പറഞ്ഞിട്ടുള്ളത്, ബാങ്കിങ് ഏതിലായിരുന്നു? യൂണിയൻ ലിസ്റ്റിലായിരുന്നു. ബാങ്ക്റപ്സി എന്ന് പറഞ്ഞിട്ടുള്ളത്, ബാങ്ക് കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ളത് ഏതിൽ വരുന്നതാണ്? അതുമായിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് പിന്തുടർച്ച അവകാശം, സക്സഷൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അത് പഠിച്ചു വെച്ചേക്ക്, കൺകറൻറ്റ് ലിസ്റ്റിലാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് നമ്മുടെ GSTയുടെ കാര്യം ഞാൻ പറയും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂസ് പേപ്പർ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അച്ചടി പ്രസ്സുകൾ, സാമൂഹിക സുരക്ഷ ആൻഡ് സാമൂഹിക ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഏതിലാണ് വരുന്നതെന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റിലാണ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതിലാണ് വരുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അഡോപ്ഷൻ, ദത്തെടുക്കുക എന്നുള്ളത്, ഫുഡ് അഡൾട്രേഷൻ, അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്, അതായത് മായം ചേർക്കുന്നത് ഫുഡിലൊക്കെ, അത് രണ്ടുപേരുടെയും കൺട്രോളിലാണ് വരുന്നത്, കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റീസ്, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളതും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന GSTയെ കുറിച്ചാണ്. GST എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്നുള്ളത് നമുക്കിനി മനസ്സിലാവും. അതായത് 101-ാമത്തെ അമെൻമെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. 2016 ഇങ്ങനൊരു നിയമം വന്നത് അല്ലേ. 101-ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് 2016 GST ആക്ട് വന്നത്. GST ആക്ട് വന്നു, പിന്നെ ഒരു GST കൗൺസിലൊക്കെ രൂപീകരിക്കുകയൊക്കെ ചെയ്തു. GST എന്നാ നിലവിൽ വന്നത്? നിയമം വന്ന് ഒരു വർഷം കഴിഞ്ഞ് 2017 ജൂലൈ 1 മുതൽ GST പ്രാബല്യത്തിൽ വന്നു തുടങ്ങി. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു GST എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നിച്ചാണ് എല്ലായിടത്തു നിന്നും എന്ത് ചെയ്യുന്നത്? ഇത് പിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഒരു ടാക്സും കാര്യങ്ങളും പിരിച്ചിട്ട് ബോത്ത് സ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള സെയിൽ ടാക്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് കളഞ്ഞു. സെയിൽ ടാക്സ് സ്റ്റേറ്റിന് മാത്രം ഉണ്ടായിരുന്നത്, അതെടുത്ത് കളഞ്ഞതിന് ശേഷം മൊത്തത്തിലാക്കി. അതായത് അത് യൂണിയൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് അതിനെ ഉൾപ്പെടുത്തിയത്. അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ 246A എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് അമെൻഡ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. 246A എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളായിട്ട് അമെൻഡ് ചെയ്ത് ചേർത്തു. ഏതിലാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഇത് ഉൾപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിഫൈഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. സ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള സെയിൽ ടാക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ആണ് ഈ ഒരു കൺകറൻറ്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബോത്ത് സെൻട്രലിനും അതുപോലെ സ്റ്റേറ്റിനും പവറുള്ള ഈ ഒരു ടാക്സേഷൻ എന്ന് പറഞ്ഞത് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് പറയാവുന്നതാണ്. ഇനി
ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊന്നും അല്ല. ജൂലൈ 1 കണ്ടുകൊണ്ട് പറഞ്ഞാൽ ജൂലൈ 15 2010 പ്രത്യേകത എന്തായിരുന്നു? നമുക്ക് രൂപയുടെ സിമ്പൽ നമുക്കറിയാലോ. ആ രൂപയുടെ സിമ്പൽ വന്നത് റുപ്പീസ്, അതിൻ്റെ സിമ്പൽ വന്നത് അന്ന് മുതലാണ്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. 2010 ജൂലൈ 15 2010 ജൂലൈ 15 ഇത് വരുന്നത്. ഓക്കെ. അപ്പോൾ 246A എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സെയിൽ ടാക്സ് റിമൂവ് ചെയ്തു. സെയിൽ ടാക്സ് എൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ടാക്സേഷൻ കാര്യങ്ങളൊക്കെ കൺകറൻറ്റ് ടാക്സേഷനായിട്ട് വന്നത് എന്ന് പറയാം. GST കൗൺസിലൊക്കെ പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്റ്റേറ്റിൻ്റെ ഫിസ്ക്കൽ ഓട്ടോണമിയെ കുറയ്ക്കാൻ ആർട്ടിക്കിൾ 255 വരെയാണ്, അതായത് 245 മുതൽ 255 വരെയാണ് എന്തെന്ന് പറഞ്ഞാൽ 10 ആർട്ടിക്കിളുകളോളം ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. സബ് ഡിവിഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആണ് ഇതിൽ വരുന്ന 7th ഷെഡ്യൂളിൽ ഈ ഒരു സ്റ്റേറ്റ് ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്നത്. അപ്പോൾ അതിൽ 254 എന്താ പറയുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആർട്ടിക്കിൾ 254 ക്ലോഷർ 2ൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൺകറൻറ്റ് ലിസ്റ്റിൽ 2 പേർക്കും അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരിലും ഒരു നിയമം നിർമ്മിക്കുകയാണ്. അതായത് സ്റ്റേറ്റും സെൻട്രലും ഒരു നിയമം നിർമ്മിക്കുന്നു. ഇനി ആ സ്റ്റേറ്റ് നിർമ്മിച്ച നിയമമാണോ അതോ സെൻട്രൽ നിർമ്മിച്ച നിയമമാണോ നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ അല്ലെങ്കിൽ യൂണിയൻ നിർമ്മിച്ച ആ ഒരു നിയമം മാത്രമേ നിലനിൽക്കത്തുള്ളൂ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രസിഡൻറ്റിൻ്റെ ആ സ്റ്റേറ്റ് ലോ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് ലോയ്ക്ക് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടാം. പ്രസിഡൻറ്റിൻ്റെ ആ ഒരു സമ്മതവും അതുപോലെ തന്നെ ആ ഒരു അപ്രൂവലും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ അത് നിലവിൽ വരും. പക്ഷേ നിലവിൽ വന്നാലും ഈ പാർലമെൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റ് അതിനെ സൂപ്പർ റൈഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യുന്ന രീതിയിൽ വേറൊരു ലോ ഇനേബിൾ ചെയ്യുന്നു. അതായത് ഇതിൽ ആഡ് ചെയ്ത് ചേർക്കാനോ അല്ലെങ്കിൽ ഇതിനെ അമെൻഡ് ചെയ്യാനോ, സ്റ്റേറ്റ് ലോ ഉണ്ടാക്കിയതിനെ അമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആഡ് ചെയ്ത് ചേർക്കാനോ അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയാനോ ഒക്കെ പറ്റുന്ന തരത്തിലൊരു നിയമം പാർലമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. എപ്പോഴും പവർ ആർക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടിയാൽ പോലും പവർ ഈസ് ഓൾവേസ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ പാർലമെൻറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇൻ ദ കേസ് ഓഫ് ദ ലോ മേക്കിംഗ് ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. 2 പേരും ഒന്നിച്ച് നിയമം നിർമ്മിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ കേസ് ഓഫ് എന്താണ് റീപഗ്നൻസി എന്നുള്ള വാക്ക് എന്താണ്? അതായത് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാകുന്നു നിയമങ്ങളിൽ, സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഏത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ? ഈ ഒരു കേന്ദ്ര നിയമമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. സംസ്ഥാന നിയമങ്ങൾക്ക് പ്രസിഡന്റിന് അസന്റ് കിട്ടിയാലും പാർലമെന്റ് ക്യാൻ ഇനാക്ട് laws that can override the same subject to add to amend or repeal the state laws എന്ന് പറയാം. That's dealt with the Article 254 Closure 2 എന്ന് തന്നെ പഠിക്കുക. കാരണം 254 എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ക്ലോഷർ 2 അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. കുറച്ചുകൂടി ഡെപ്തിൽ നമ്മൾ പോയാൽ മാത്രമേ സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഓസ്ട്രേലിയയിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറൊരു കൺസെപ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് രാജ്യസഭയും ലോക്സഭയും കൂടെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടും. ആരാ വിളിച്ചു കൂട്ടുന്നത്? പ്രസിഡൻ്റാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. ഇത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അല്ലേ. അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 108 ജോയിൻറ്റ് സിറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നിച്ചു കഴിഞ്ഞാൽ 8ൻ്റെ പണിയാവും എന്ന് ഓർത്തിരിക്കുക. 108 ആർട്ടിക്കിൾ 108 എന്ന് പറയുമ്പോൾ 108 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യസഭയിലും ലോക്സഭയിലുള്ള ആൾക്കാരെ ഒന്നിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എന്താവും? 8ൻ്റെ പണി കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളവും ഒക്കെ ആവും. ജസ്റ്റ് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 108 എന്ത് വരുന്നത്? ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് എന്ന് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് നമ്മുടെ ട്രേഡ്, കൊമേഴ്സ്, ഇൻ്റർകോഴ്സ് ഇതെല്ലാ കാര്യങ്ങളും, അതായത് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് പാർട്ട് ഓഫ് അതായത് ഇത് ഏതിൻ്റെ ഏതിലാണ് വരുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം 13 ഇതെല്ലാം വരുന്നത്. ഇതെല്ലാം എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നാണ് ഓസ്ട്രേലിയ. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്, അതായത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് നമ്മൾ വ്യാപാരവും വാണിജ്യവും, അതായത് ട്രേഡും കൊമേഴ്സും ഒക്കെ ഏതിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ അത് വെച്ച് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ്, ഇൻ്റർകോഴ്സ്. ദാറ്റ്സ് പാർട്ട് ഏതാണ്? 13ൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. അതെല്ലാം എടുത്തിട്ടുള്ളത്. ഇനി കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ
ലിസ്റ്റ് 3 ആണ് കൺകറന്റ് ലിസ്റ്റ്. അത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നല്ലേ. അപ്പോൾ ലിസ്റ്റ് 1 ഏതാണ്? യൂണിയൻ ലിസ്റ്റാണ്. ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റാണ്. ലിസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റാണ് വരുന്നത്. പിന്നെ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട് അല്ലേ. അപ്പോൾ റെസിഡ്യൂറി പവേഴ്സിനെ കുറിച്ചും ഇനി പറയാനുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3 വെച്ച് ആവരുത് നമ്മൾ ഓർഡർ പരിശോധിക്കാൻ, അതിൻ്റെ സുപ്പീരിയോറിറ്റി പരിശോധിക്കാൻ. ലിസ്റ്റ് 1 ഈസ് ഓഫ് കോഴ്സ് എന്താണ്? യൂണിയൻ ലിസ്റ്റാണ്. പക്ഷേ ഓർഡർ നോക്കുകയാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് പവറിൽ വരുന്ന ആൾ. കൺകറന്റ് ലിസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണെന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റാണ്. അത് കഴിഞ്ഞ് കൺകറന്റ് ലിസ്റ്റാണ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ലിസ്റ്റ് വരത്തുള്ളൂ. പക്ഷേ ലിസ്റ്റിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ ലിസ്റ്റ് 1 യൂണിയൻ, ലിസ്റ്റ് 2 സ്റ്റേറ്റ്, ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്. പക്ഷേ സുപ്പീരിയോറിറ്റി അനുസരിച്ചിട്ട് ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ പറയാനായിട്ട്. ഇപ്പോൾ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ അവശിഷ്ട അധികാരം, അത് എടുത്തിട്ടുള്ള കാനഡയിൽ നിന്നാണ് ഞാൻ പറഞ്ഞു. അതായത് ഈ 3 ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ വരും? നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്. സ്പേസിൻ്റെ സൈബർ ലോസ് മാത്രമേ നമ്മൾ പരീക്ഷകൾക്കൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്. സൈബർ ലോസ് വരുന്നുണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതുപോലെ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലാണ് വരുന്നതെന്ന് പറയാം. പിന്നെ ഡിജിറ്റൽ എന്താണെന്ന് പറയാൻ പറ്റും, ഡിജിറ്റൽ കറൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ബിറ്റ് കോയിൻ പോലെയുള്ള ഡിജിറ്റൽ കറൻസികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിലാണ് വരുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്പേസ് എക്സ്പ്ലോറേഷൻ, സൈബർ ലോസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ റെസിഡ്യൂറി സബ്ജക്ട്സ് ഏതൊക്കെയാണ്? സൈബർ ലോസ്, സ്പേസ് എക്സ്പ്ലോറേഷൻ, ഡിജിറ്റൽ കറൻസീസ്, ബിറ്റ് കോയിൻ പോലെയുള്ളതൊക്കെ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. അതെല്ലാം പറഞ്ഞിരിക്കുന്നത് റെസിഡ്യൂറി സബ്ജക്റ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 248. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 248 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 248 റെസിഡ്യൂറി സബ്ജക്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പവർ ആർക്കാണ്? നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? റെസിഡ്യൂറി സബ്ജക്റ്റിൻ്റെ നിയമം നിർമ്മിക്കാനുള്ള അധികാരവും കൂടെ പഠിച്ചു വയ്ക്കുക. അത് യൂണിയൻ ഗവൺമെൻറ്റിനാണ്, അതായത് നമ്മുടെ പാർലമെൻറ്റിനാണ്. യൂണിയൻ അല്ലെങ്കിൽ പാർലമെൻറ്റിനാണ് എന്ത് ചെയ്യുന്നത്? ഇതിനുള്ള അധികാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. റെസിഡ്യൂറി സബ്ജക്റ്റിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ഓൺലി സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ. കൺകറന്റിലും സ്റ്റേറ്റിലും മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിന് ഒരു റോൾ വരുന്നത്. അത് തന്നെ കൺകറന്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിനേക്കാളും ഇമ്പോർട്ടൻസ് പാർലമെന്റിനാണുള്ളത്. അതും നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. 254(2)ൽ അങ്ങനെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റ് നോക്കുമ്പോൾ കൺകറന്റ് ലിസ്റ്റ് 3, ലിസ്റ്റ് 3യിലാണ് കൺകറന്റ് ലിസ്റ്റ് വരുന്നത്. പക്ഷേ ഓർഡർ നോക്കുമ്പോൾ എന്താണ്? കൺകറന്റ് ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, ലിസ്റ്റ് 3യിൽ എൻട്രി 25ലാണ് ഇത് വരുന്നത്, എഡ്യൂക്കേഷൻ വരുന്നത്. കുറേ എൻട്രികൾ പഠിച്ചു വെച്ചേക്കുക. അപ്പം ഞാൻ അതിൽ കുറച്ചേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 25ൽ ഏതാ? എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ എഡ്യൂക്കേഷനകത്ത് 2 കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BHU അതുപോലെ AMU എന്ന് പറഞ്ഞിട്ടുള്ള 2 യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അത് ഏതിൽ? യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് എൻട്രി 63 to 66 ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇത് മാറ്റാൻ കാര്യം ഇവരുടെ കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരും അല്ലേ, സ്റ്റേറ്റിൻ്റെയും കൺട്രോളിൽ ആയിട്ട് വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ എന്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്? ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺകറന്റ് ലിസ്റ്റ്, അതായത് എൻട്രി 25ലുള്ള കൺകറന്റ് ലിസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിൽ നിന്ന് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ളവർ 2 പേരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ലിസ്റ്റ് 1 63 to 66 എൻട്രികളിലാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. എൻട്രി 20യിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് അബൌട്ട് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻട്രി 20യിലാണ് ഇത് വന്നിട്ടുള്ളത്, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഈ എൻട്രി എന്ന് പറയുന്നത് ആർട്ടിക്കിളായിട്ട് തെറ്റിദ്ധരിക്കരുതേ. കാരണം നമുക്ക് പലപ്പോഴും പറ്റുന്ന മിസ്റ്റേക്കാണ്. എൻട്രി 25 എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഈ 25 ആർട്ടിക്കിൾ ആകുമ്പോഴത്തേക്കും അത് വേറെ ആയി പോകും. കാരണം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് റിലീജിയൻസ്, മതത്തിനെ കുറിച്ചും ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് 25ൽ, ആർട്ടിക്കിൾ 25ൽ. പക്ഷേ ഇത് ആർട്ടിക്കിൾ അല്ല, എൻട്രി ആണ്. സബ്ജക്റ്റുകളുടെ നമ്പേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻട്രി 20യിൽ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 1976 42 ഭേദഗതി പ്രകാരം എൻട്രി 20A എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരെണ്ണം ഉണ്ടായി. അതിലാണ് ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളതും പോപ്പുലേഷൻ കൺട്രോളും വന്നിട്ടുള്ളത്. ഓക്കെ, ജനസംഖ്യാ നിയന്ത്രണമൊക്കെ പിന്നെ ആഡ് ചെയ്ത് ചേർത്തത് 20A. ഇപ്പോഴും അമെൻഡ് ചെയ്ത് ചേർക്കുന്നതിന് നമ്മൾ അപ്പുറത്ത് A എന്ന് പറഞ്ഞ് ചേർക്കും അല്ലേ. മറ്റേ 246A എന്തായിരുന്നു? അമെൻഡ് ചെയ്ത് ചേർത്താണ്, അത് GST വന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻട്രി 22. 22ൽ പറഞ്ഞിരിക്കുന്നത് ട്രേഡ് യൂണിയൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് ഒക്കെയാണ് വരുന്നത്. ഇനി
എൻട്രി 17 വെറും 17 17 വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ടു അനിമൽസ് ആണ്. 17A എന്ന് പറയുന്നത് ഫോറസ്റ്റിനെ പറ്റിയും 17B എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻട്രി 33 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എൻട്രി 33A എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അമെൻഡ് ചെയ്ത് ചേർത്താണല്ലേ. അതായത് എങ്ങനെ അമെൻഡ് ചെയ്തതാണ്? മറ്റേ യൂണിയൻ ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയതാണ്. വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഹെഡ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഒരു നികുതി വിഭാഗം, നികുതികളെ കുറിച്ച് ടാക്സുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ ടാക്സേഷൻ്റെ കാര്യമൊക്കെ നമ്മൾ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവും നമുക്ക് ടാക്സിൻ്റെയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ പിന്നെ കൺകറൻറ്റ് പട്ടികയിൽ ഹെഡ് ഓഫ് നികുതി ഉൾപ്പെടുത്തിയിട്ടില്ല. ഹെഡ് ഓഫ് നികുതി എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഹെഡ് ഓഫ് നികുതി ഏതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മൾ കണ്ട കുറേ ടാക്സുകളുണ്ട് അല്ലേ, അതൊക്കെയായിരുന്നു ക്യാപിറ്റേഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ ഇൻകം ടാക്സും അതുപോലെ കോർപ്പറേഷൻ ടാക്സ് ഒക്കെ ഏതിലാണ് വരുന്നത്? നമ്മുടെ പിന്നെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതിലാണ് വന്നത്? കൺകറൻറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ ക്യാപിറ്റേഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് പറഞ്ഞു. അതുപോലെ ടാക്സ് ഓൺ ദ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ളത് ദാറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. അതർ ദാൻ ദ അഗ്രികൾച്ചറൽ ഇൻകം അതിൽ മേലുള്ള ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. അങ്ങനെ കുറേ ടാക്സുകളുടെ കാര്യം നമ്മൾ കണ്ടു. പക്ഷേ ഹെഡ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതിൽ വരുന്നതില്ല? കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നതല്ല പറയാം. പട്ടിക 1 പട്ടിക 2 നൽകിയ ടാക്സേഷൻ സബ്ജക്റ്റിനെ ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 ഇനം തിരിച്ച് നൽകിയിരിക്കുന്നുണ്ട് കേട്ടോ. അതും ചിലപ്പോൾ ചോദിക്കാം, കാരണം ഈ ഓപ്ഷൻസ് വെച്ച് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. പട്ടിക 1 പട്ടിക 2 അതായത് ഏതൊക്കെയാണ്? ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. അത് 2 ടാക്സേഷൻ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ ഇനം തിരിച്ച് പട്ടിക തിരിച്ച് തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലും ഉൾപ്പെട്ടിട്ടുള്ള ടാക്സുകൾ ഏതൊക്കെയെന്ന് ഇനം തിരിച്ച് തന്നെ 7ാമത്തെ ഷെഡ്യൂളിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്ന എൻട്രി 97ാമത്തെ എൻട്രിയിലാണ്, അതായത് യൂണിയൻ ലിസ്റ്റ് നോക്കുമ്പോൾ യൂണിയൻ ലിസ്റ്റിലെ 97ാമത്തെ എൻട്രിയിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനി അതർ മാറ്റർ നോട്ട് enumerated in list 2 and or list 3 reinforcing the residuary powers given to parliament under article 248. അതായത് 97 പറഞ്ഞിരിക്കുന്ന എൻട്രി 97 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൻ്റെ എൻട്രി 97 പറഞ്ഞിരിക്കുന്ന കാര്യം ഈ യൂണിയൻ ലിസ്റ്റിലും അതുപോലെ തന്നെ ലിസ്റ്റ് 2ലോ ലിസ്റ്റ് 3ലോ ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഏതിൽ വരും? റെസിഡ്യൂറി പവേഴ്സിൽ വരും. അത് പാർലമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻട്രി 97. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൻ്റെ എൻട്രി 97ലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റിൻ്റെ എൻട്രി 97 ഒന്ന് ഓർത്തിരിക്കുക. റെസിഡ്യൂറി പവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏത് ലിസ്റ്റിൻ്റെ ഏത് എൻട്രിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിൻ്റെ എൻട്രി 97ലാണ് റെസിഡ്യൂറി പവേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ലിസ്റ്റിലും എനി അതർ മാറ്റർ നോട്ട് enumerated in list 2 or list 3 reinforcing the residuary powers given to parliament under article 248 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 254(2) ഞാൻ പറഞ്ഞതാണ്, പക്ഷെ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് if a state law receives a presidential assent, it can prevail over a conflicting central law in the state unless parliament later enacts a new law to override it. അതായത് 254(2) എന്തായിരുന്നു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലോസ് എന്ന് പറയുന്നത് നിലനിൽക്കും, പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ട് നിലനിൽക്കാനായിട്ട് പറ്റും. പക്ഷേ എപ്പോഴും വരെ നിലനിൽക്കത്തുള്ളൂ? അൺലസ് ഇഫ് ഈ ഒരു പാർലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നിയമം പാസ്സാക്കി ഇതിനെ ഓവർ റൈഡ് ചെയ്യുന്ന രീതിയിലൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ പാർലമെൻറ്റിലെ നിയമം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. എപ്പോഴും കേന്ദ്ര നിയമമാണ് നിലനിൽക്കുന്നതെന്ന് പഠിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവർ നിയമം നിർമ്മിക്കുന്ന നിയമങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കത്തില്ല. പ്രസിഡന്റ് അസന്റ് കിട്ടിയാൽ പോലും പിന്നെ ഈ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല, പിന്നീട് നിലനിൽക്കത്തില്ല. അതുവരെ നിലനിൽക്കും, പക്ഷെ പാർലമെന്റ് വന്ന ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതാണ് 254(2)ൽ ക്ലോഷർ 2ൽ പറഞ്ഞിരിക്കുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി ലിസ്റ്റ്. concurrent list, state list, union list, residual powers, and that's all under the 7th schedule and part of the article starting from 245 to 255. Hope all of you understand. Thank you.